പ്രജിത്ത് തുടരുക. ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു നമുക്കിപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസിയുടെ വരവാണ്. ED കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ SIT ഇപ്പോൾ അതിവേഗ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു. എന്തായാലും നമുക്കറിയാമായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ വരവ്, ഇന്ന് കേസെടുക്കും, അക്കാര്യത്തിലെല്ലാം തന്നെ വ്യക്തതയുണ്ടായിരുന്നു. ഇതിനിടെയാണ് SIT യുടെ ധൃതി പിടിച്ചുള്ള ഒരു നീക്കം. അക്കാര്യത്തിലെല്ലാം തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് തന്ത്രിയിൽ നിന്ന് വ്യക്തത തേടുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് വരട്ടെ. എങ്ങനെയാണ് ഈ വിഷയത്തെ, കേന്ദ്ര ഏജൻസികളുടെ വരവിനെ താങ്കൾ നോക്കിക്കാണുന്നത്? സഹതാർഹമായ ഒരു നീക്കമാണത്. ED മാത്രമല്ല, CBIയുടെ അന്വേഷണം കൂടി വേണം ഈ കേസിൽ. കാരണം അഴിമതി അന്വേഷിക്കാനായിട്ട് CBIയുടെ ആവശ്യമുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട അഴിമതി ഇപ്പൊ ഇവിടെ PMLA ആക്ട് അനുസരിച്ചുള്ള അന്വേഷണമാണ് ED നടത്തുക. അപ്പോ ആ നിലയ്ക്കുള്ള നീക്കവും സ്വാഗതാർഹമാണ്. രണ്ട് അന്വേഷണ ഏജൻസികളുടെയും സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കേസ് പൂർണ്ണമായും തെളിയൂ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. SIT ഇപ്പോൾ ധൃതിപിടിച്ച് ചില കാര്യങ്ങളിലേക്ക് പോകുന്നത് കോടതിയുടെ ഭാഗത്തു നിന്ന് വിശദമായ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടാവാം. ഏതായാലും SITയുടെ നീക്കം നടക്കട്ടെ, മുന്നോട്ട് പോട്ടെ. SITയും ആ നിലയ്ക്കുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുമെങ്കിൽ അതും നമുക്ക് സ്വാഗതാർഹമാണ്. പക്ഷേ CBIയുടെ അന്വേഷണവും EDയുടെ അന്വേഷണവും ഇതിന്റെ ബാഹ്യാന്തര തലങ്ങളിലേക്ക് കൂടി പോകാൻ സഹായകരമാവും. പുതിയ തലങ്ങളിലേക്കും അതേപോലെ ഇതിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ EDയുടെയും അതേപോലെ CBIയുടെ അന്വേഷണം സഹായമാവും. CBI അന്വേഷണം കൂടി ഇതിനോട് ചേർന്ന് വരുമ്പോൾ മാത്രമാണ് ഈ അന്വേഷണം സമഗ്രമാവൂ എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. നന്ദി ശ്രീ RV ബാബു. ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ശ്രീ RV ബാബുവാണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.